RSSന്റെ അടുത്ത കർസേവ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. നമ്മൾ ഈ ഇലക്ഷൻ ചൂടിലും അല്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ടിലൊക്കെ അങ്ങോട്ട് പോയ സമയത്ത് UP-യിൽ നടന്ന കാര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഇപ്പോൾ. അതായത് സാമ്പാലിലുള്ള ഷാഹി ജുമാ മസ്ജിദ് സർവേക്കുള്ള ഓർഡർ വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്നാണെല്ലാം. 16-ാം തീയതിയാണ് അപ്പീൽ വരുന്നത്, അതായത് കോടതിയിലോട്ട് ഒരു ഹർജി വരുന്നത്. അവിടെ പണ്ടൊരു ശിവക്ഷേത്ര ഹരിഹര ക്ഷേത്രമായിരുന്നു എന്നും പറഞ്ഞിട്ട്, അതും 1500-കളിലായിരുന്നു ക്ഷേത്രം പൊളിച്ചിട്ട് ബാബറിൻ്റെ മകൻ ഹുമയൂൺ ഉള്ള സമയത്ത് അവിടെ ഒരു പള്ളി പണിയുന്ന ഈ ഹർഹരി ക്ഷേത്രം പൊളിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ പള്ളി പണിഞ്ഞിട്ടുള്ളത്. 1520-ലാണ് ഈ പള്ളിയുടെ പണി തീരുന്നത്. അതിന് മുമ്പ് അവിടെ ഒരു ക്ഷേത്രമായിരുന്നു. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തുറക്കണം എന്നാണ് ഹർജി വന്നിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 16-ാം തീയതി ഹർജി വരുന്നു, 20-ാം തീയതി നമ്മൾ കോടതി കൂടുന്നു, 21-ാം തീയതി പോലത്തെ ഒരു സർവേ ഉത്തരവ് വരുന്നു. അന്ന് വൈകിട്ട് തന്നെ സർവേക്കാരും എത്തുന്നു. എന്താല്ലേ നമ്മുടെ കോടതികളിലെ ഇത്രയും സ്പീഡിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിലുള്ള ആസൂത്രിതം എത്രത്തോളം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു സിവിൽ കേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കേസ് പോകുന്ന സമയത്ത് 1, 2, 3, 4 വർഷങ്ങൾ എടുത്തിട്ട് ഓരോ വിധിയുടെ തുടക്കം വരുന്ന സമയത്താണ് 4 ദിവസം കൊണ്ട് ഹർജി വരുന്നു, ഉത്തരവ് വരുന്നു, സർവേക്കൊരു ടീം വരുന്നു, അവർ പള്ളിയിലോട്ട് കയറുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പം ഏതാളുകളും പ്രതികരിച്ചു പോകും. അതാണ് സമ്പലിൽ നടന്നിട്ടുള്ളതും. ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് 5 പേർക്ക് വെടിയേറ്റ് മരിച്ചിട്ടുള്ളതും. വളരെ നിസ്സാരമായിട്ട് നമ്മളങ്ങ് തള്ളിക്കളയുന്ന ഒരു വിഷയം. നമ്മളല്ല, ഈ പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനം, കേന്ദ്ര ഭരണ സംവിധാനവും UP ഭരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ കീഴിലുള്ള ഭരണ സംവിധാനത്തിനും ഒന്നുമല്ലാത്ത കാര്യം. അപ്പം അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്ന അടുത്ത ടാർഗറ്റഡ് പള്ളി പൊളിക്കാനുള്ള പള്ളിയായിരിക്കും നമ്മുടെ സാമ്പാലിലുള്ള ഷാഹി ജുമാ മസ്ജിദ്. അതായത് ബാബരി പൊളിച്ചു, അടുത്തതായിട്ട് ഇനി ഗാൻവാബിയും അതുപോലെ തന്നെ മധുര ഒക്കെ അവിടെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കോട്ട് അടുത്ത ക്യൂവിലോട്ട് നിർത്തിയിട്ടുള്ള പള്ളി. ഞാൻ ആലോചിച്ച് നോക്കുക, ഈ ബാബരി പൊളിച്ചു, അവിടെ പള്ളിക്കാട്ടിൽ എന്താ പറയുക രാമനെ പ്രതിഷ്ഠിച്ചു, അങ്ങനെ അയോധ്യയിൽ അവർ ക്ഷേത്രം പണിതു, ഇലക്ഷൻ നടന്നു, അയോധ്യയിൽ 8 നിലയെ പൊട്ടി. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, പള്ളി പൊളിച്ച സ്ഥലത്ത് അമ്പലം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിൻ്റെ ചൂടങ്ങ് പോയി. അവിടെ എന്ത് നടന്നാലും പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കില്ല. പക്ഷേ ഇപ്പോൾ പൊളിക്കും, ഞങ്ങൾ പൊളിക്കും, ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരെങ്ങനെ മുൾമുനയിൽ നിർത്തിയിട്ട് സംഘർഷം തമ്മിൽ അടുപ്പിച്ചിട്ട് അപ്പം വേണം അവിടെ വോട്ടിംഗ് നടക്കാൻ. അപ്പം നമുക്ക് കിട്ടും വോട്ട്. എന്താ ആൾക്കാരിങ്ങനെ സ്പിരിറ്റ് കയറി നിൽക്കുക, ഞങ്ങളുടെ അമ്പലം പണ്ട് പൊളിച്ചിട്ടല്ലടാ നീയൊക്കെ അവിടെ പള്ളി ഉണ്ടാക്കിയത് എന്നുള്ള ആ ഒരു സ്പിരിറ്റ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നതൊക്കെ. അതായത് തമ്മിലടുപ്പിക്കുക ഏറ്റവും ബെസ്റ്റ് എന്താണ്? പള്ളി പൊളി, അമ്പലം വെക്കൽ, ഇതൊക്കെ തന്നെയാണല്ലോ അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ചെയ്യാൻ UP സർക്കാരിനും അതിന് മേലെന്ന് ഓർഡർ കിട്ടുന്ന നമ്മുടെ താഡിജി ആണെങ്കിലും അമിത്ജി ആണെങ്കിലും വേണ്ട പോലെ ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്. അവരത് നല്ല വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാലത്ത് ഈ പറഞ്ഞ ഗാൻവാബിയും അതുപോലെ തന്നെ ഈ ഷാഹി മസ്ജിദൊക്കെ പൊളിച്ച് അവിടെ അമ്പലം വെച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ, പിന്നെ അത് കഴിഞ്ഞു, അത് നോർമൽ അമ്പലമായി മാറി. പിന്നെ അവിടെ വോട്ടിന് വേറെ പുതിയ തന്ത്രങ്ങൾ മെനയേണ്ടി വരും. ഈ പറഞ്ഞ RSS സംഘപരിവാർ BJP പ്രവർത്തകർക്കും അല്ലെങ്കിൽ നേതാക്കൾക്കും. ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം. പലരും ചോദിക്കുന്നത് കേട്ടു, കോടതി വിധിക്ക് എന്തുകൊണ്ട് നിങ്ങൾ മാനിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് കോടതി വിധി വെയിറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗുകൾ ഞാൻ കണ്ടു. എനിക്ക് ചിരിയാ വന്നത്. പണ്ട് ബാബരി മസ്ജിദ് കോടതി വിധി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ DY ചന്ദ്രചൂഡ് ഫോമർ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആൾ പറഞ്ഞിരുന്നു അതിൻ്റെ വിധി പറഞ്ഞതിൻ്റെ ഒരു അവസ്ഥ എന്ത് പറയണമെന്നറിയില്ല. ആർക്കിയോളജിക്കൽ അണ്ടറിൽ വരുന്ന സംഭവമാണ്. അവർ തന്നെ പ്രത്യേകിച്ച് അവർക്കൊന്നും പറയാനില്ല. പണ്ട് ഏതോ 2 തൂണുണ്ടായിരുന്നു, തൂണിന് 5 മുഖങ്ങളായിരുന്നു, 7 മുഖങ്ങളായിരുന്നു, അതൊക്കെ പഴയ അമ്പലത്തിൻ്റെ മാതൃകയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സമവായത്തിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് കർസേവ നടന്നതും പള്ളി പൊളിച്ചതും അതിനുശേഷം കൊല്ലങ്ങളോളം കേസ് നടന്നതും അവസാനം നമ്മുടെ DY ചന്ദ്രചൂഡ് പറഞ്ഞത് എന്ത് വിധി പറയണമെന്ന് അറിയാത്ത സമയത്ത് ദൈവം സ്വപ്നത്തിൽ വന്നിട്ട് ഇറക്കി കൊടുത്ത വിധിയെന്നാണ്. അപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ബേസ് എന്താണെന്നുള്ളത്. ദൈവം പറയുന്ന പോലെയൊക്കെയാണ് ഇവിടുത്തെ വിധികൾ. അത് പുള്ളി ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അള്ളാഹു ഡയറക്റ്റ് വന്ന് പറഞ്ഞതായനെ. ഇതിപ്പം പുള്ളി ഒരു ഹിന്ദു ആയതുകൊണ്ട് ഏതോ ഹിന്ദു ദൈവമായിരിക്കും പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടാവുക എന്ത് പറയണം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോടതികളും ഇത്തരത്തിലുള്ള ന്യായാധിപന്മാരുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവർ പറയുന്ന വിധിയിലൊന്നും ആർക്കും ഒരു വിശ്വാസം ഇല്ലാണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ എതിർക്കുന്നത്. കോടതി വിധിയിലോട്ടൊന്നും ഒരു വിശ്വാസമില്ലാത്ത ലെവലിലോട്ടാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഓരോ വിധികളും.
ഈ 1991 ഈ ബാബരി മസ്ജിദ് പൊളിച്ച സമയത്തായിരുന്നു ഒരു വിധി വന്നിരുന്നെന്ന് കോടതിയിൽ. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തും അതിന് ശേഷമുള്ള പള്ളികളും അമ്പലങ്ങളും ആരുടെ കൈവശത്താണോ അതവർക്ക് തന്നെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം. അതും ചോദിച്ച് അല്ലെങ്കിൽ അതിൽ അവകാശവാദം പറഞ്ഞ് ആരും വരാൻ പാടില്ല. അതൊരു രീതിയിലും കോടതി അക്സെപ്റ്റ് ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് ആ വിധി വരെയാണ് ചന്ദ്രചൂഡ് ഒരു പുതിയ കീഴ്വഴക്കം ഗാൻഗ്യാബിയൊക്കെ വന്ന സമയത്ത് അത് ഇല്ലാണ്ടാക്കിയത്. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സർവേ നടത്താം, സർവേകൾ ഉത്തരവ് കൊടുത്തു. അങ്ങനെയാണ് ഈ ഒരു കീഴ്വഴക്കം ഇത്ര മോശമാറ്റി അല്ലെങ്കിൽ ഇത്ര വൾഗറായ രീതിയിലോട്ട് ഈ കോടതികൾ ഇതിൽ വിധി പറയാൻ തുടങ്ങിയതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഈ പറഞ്ഞ DY ചന്ദ്രചൂഡിന് തന്നെ കൊടുക്കണം. അത് ആരുടെ കുത്തിത്തിരിപ്പ് കൊണ്ടാണ് എന്നുള്ളത് ചിന്തിച്ചാൽ മതി. പുള്ളിയുടെ അജണ്ട എന്തായിരുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ ആൾക്കാർ അതിനെ ഓട്ടോമാറ്റിക്കലി എതിർത്ത ആളുകളെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ സർവേ നടത്തും, റിപ്പോർട്ട് ഞങ്ങൾ 29-ാം തീയതി സമർപ്പിക്കുന്നുണ്ട്. മിക്കവാറും പള്ളി പൊളിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. അവരൊരു പലതും കണ്ടെത്തിയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അവിടെ കുഴിച്ചിട്ടിട്ടാണെങ്കിലും അത് കുഴിച്ചെടുത്തിട്ടാണെങ്കിലും ഇതാണ് നമ്മുടെ നാട്ടിലെ സാഹോദര്യവും സമാധാനവും ഒക്കെ. ഇതിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. അതായത് ഈ BJP അല്ലെങ്കിൽ RSS സംഘപരിവാർ നേതാക്കന്മാർക്ക് വേണ്ടത് ഇവിടുത്തെ വിശ്വാസവും അല്ലെങ്കിൽ മതവും വിശ്വാസികളെ ഒന്നുമല്ല. ഈ വിശ്വാസികളെ ചൂഷണം ചെയ്തിട്ട് തമ്മിലടുപ്പിച്ചിട്ട് വോട്ട് നേടി അധികാരത്തിലെത്തി കാശുണ്ടാക്കുക. ഇതാണ് ബേസിക്. പൈസയും വേണം, പവറും വേണം. അതിന് ഒരു ബുദ്ധിയില്ലാത്ത ഈ വിശ്വാസികളെ പറഞ്ഞ് തമ്മിലടുപ്പിക്കണം. അടി കഴിഞ്ഞിട്ട് അവിടെ നമുക്കൊന്നും കിട്ടാനില്ല. അടി തുടങ്ങി അടി കഴിയുന്നവരെയുള്ള സമയത്താണ് നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റുമോ, ഇവരെ ചൂഷണം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റുക. അതാണ് ഇവിടെ നടക്കുന്നത്. തമ്മിലടുപ്പിക്കുക, പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടക്കിടക്ക് ഇതുപോലെ ഒരു 3-4 കൊല്ലുക, ഇടയ്ക്ക് അങ്ങോട്ട് ഒരു മാർച്ച് നടത്തുക. കോടതിയിൽ നമ്മുടെ എന്താ പറയുക, ദൈവം ഡയറക്റ്റ് വന്നിട്ട് വിധി പറഞ്ഞു കൊടുത്തോളും നമ്മുടെ കോടതിയിലെ ന്യായാധിപന്മാർക്ക്. അല്ലാതെ കോടതിക്ക് വേറെ വിധിയൊന്നുമില്ല. അത് ആരാണോ അപ്പോഴത്തെ ജഡ്ജ്, അയാളുടെ ദൈവം വന്നിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള വഹി എഴുതി കൊടുക്കും. അതനുസരിച്ചിട്ട് അവർ വിധി പറയും. അപ്പോഴേക്കും നമ്മളത് പൊളിക്കും. ആ സമയം കൊണ്ട് നമ്മൾ കുറച്ച് വോട്ട് കിട്ടും. ഇതാണ് ഈ പറഞ്ഞ നേതാക്കന്മാരുടെ യഥാർത്ഥ കയ്യിലിരിപ്പ്. വേറെ ഒന്നുമല്ല. അതാണ് ഇവിടെ കണ്ടുകൊടുക്കുന്നതും. അതല്ലാണ്ട് ഇവർക്ക് അങ്ങോട്ട് വിശ്വാസം മൂത്ത് അല്ലെങ്കിൽ അവിടെ അമ്പലം വെച്ച് നാളെ മുതൽ പൂജ നടത്തി കൽക്കിന് ഡയറക്റ്റ് കൽക്കി അവതാരം അവിടെ അവതരിക്കുന്ന പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ഹർജി കൊടുത്തിട്ടുള്ള ആൾ തന്നെയാണ് ഗാൻഗ്യാബിക്കെതിരെയുള്ള ഹർജി കൊടുത്തതൊക്കെ. അപ്പം ഒരു സെറ്റ് ഓഫ് ആളുകളെ നമ്മുടെ ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഓരോ സ്ഥലങ്ങൾ മുസ്ലിം പള്ളികളും മക്കാമങ്ങളും കണ്ടുപിടിച്ചോളുക. അപ്പോഴേക്കും നമ്മൾ പഴയ ഗ്രന്ഥങ്ങളോ വല്ലതൊക്കെ സംഘടിപ്പിച്ച് തരാം. ഇല്ലാത്തത് അതിലൊക്കെ നമ്മൾ എഴുതി ചേർത്ത് നിങ്ങൾക്ക് തരാം, നീ പൊക്കോളാ, ഹർജി കൊടുത്തോളാം. നമ്മളങ്ങനെ ഓരോ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സെറ്റ് ഓഫ് ടീമാണ് അതിന് വേണ്ടിയിട്ട് ഹർജി കൊടുക്കാനും ഇതിൻ്റെ പിന്നാലെ പോകാനും. അപ്പോൾ ഇതിൽ വ്യക്തമാണ് ഇത് ഗൂഢാലോചനയാണോ അല്ലേ എന്നുള്ളത്. അല്ലാണ്ട് പെട്ടെന്ന് ഒരാൾ അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളല്ല ഇതൊന്നും. ഓരോ സുപ്രഭാതത്തിൽ ഓരോ അജണ്ടയുടെ ഭാഗമായിട്ട് പൊട്ടി മുളച്ചു വരുന്ന പുതിയ ഓരോ കാര്യങ്ങളത്. എന്തായാലും എല്ലാ പള്ളിപ്പറമ്പും പൊളിച്ചിട്ട് അവിടെ ഹിന്ദു ദൈവങ്ങളെ കയറ്റട്ടെ. അങ്ങനെയെങ്കിലും ഹിന്ദു ദൈവങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങട്ടെ. ഇനിയിപ്പോൾ മുസ്ലിം പള്ളി പൊളിക്കാണ്ട് അവർക്ക് ഈ ലോകത്ത് ഒരു സ്ഥാനമില്ലെങ്കിൽ അവർക്കത് കിട്ടട്ടെ അല്ലേ. നമ്മളതങ്ങനെ ചിന്തിച്ചാൽ പോരെ. എന്തായാലും UP-യിലാവാഞ്ഞത് ഭാഗ്യം. കേരളത്തിൽ ജനിച്ചത് വളരെ നല്ല കാര്യം ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ. ഇത്രയും വൃത്തികെട്ട ആളുകളുടെ നാട്ടിലും കൂട്ടത്തിലും അല്ലല്ലോ എന്നുള്ളത്. എന്താ അവസ്ഥയല്ലേ. ഇതൊക്കെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് തള്ളും. പക്ഷേ BJP അതല്ലെങ്കിൽ RSS സംഘപരിവാർ എത്രത്തോളം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അവിടെയൊക്കെ വന്ന് ഒരു പണി തരുകയും ചെയ്യും.